പ്രിയപ്പെട്ടവരെ കൊല ചെയ്യുന്നതടക്കം എത്ര ഘോര കുറ്റകൃത്യങ്ങളാണ് അധമകൃത്യങ്ങൾ പോലും മയക്കുമരുന്നുണ്ടാക്കുന്ന മനോവിഭ്രാന്തിയിൽ അവർ ചെയ്യുന്നു. അങ്ങനെയുണ്ടായ പല സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അത് അതേപടി പറയുന്നത് നമ്മുടെ സംസ്കാര ബോധത്തിന് നിരക്കുന്നതല്ല. അത്രമേൽ അരുതായ്മകൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാവുക. സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നാൽ പശ്ചാത്തലിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ മയക്കുമരുന്നിൻ്റെ എല്ലാ വീടുകളിലും ലഹരിയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും ചില വീടുകളിലൊക്കെ ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കൾ ഉണ്ട്. മാതാപിതാക്കളെ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് കാണിക്കുന്ന കൂത്താട്ടങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. മക്കളെ കാണുന്നില്ലേ? അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ പേരൻസ് അങ്ങേയറ്റം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പെൺകൊച്ചാണോ ആൺകൊച്ചാണോ എന്ന് ആരും വിചാരിക്കണ്ട. ഇപ്പം പെൺകുട്ടികളിലും ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നു. നമ്മുടെയൊക്കെ കാലത്ത് പെൺകുഞ്ഞുങ്ങൾ ഈ സാധനത്തിന്റെ ടേസ്റ്റ് പോലും അറിഞ്ഞിട്ടുണ്ടോ? മയക്കുമരുന്നിൻ്റെയോ മദ്യത്തിൻ്റെയോ മയക്കുമരുന്ന് എന്താണെന്ന് പോലും നമുക്കറിയത്തില്ല അല്ലേ? ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർക്കും മയക്കുമരുന്ന് ഈ പൊടി രൂപത്തിൽ കിട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതല്ല, മയക്കുമരുന്ന് ആ രൂപത്തിലുണ്ട്. ചില മിഠായികളിലൊക്കെ ഉണ്ട് മയക്കുമരുന്ന്. കൊക്കോകോള, മിഠായി, പാനീയങ്ങളിൽ എല്ലാം ഈ സാധനമുണ്ട്. ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പിള്ളേർക്ക് ഉപയോഗിക്കാൻ തോന്നും. കൊച്ചുങ്ങൾ ഇങ്ങനെയുള്ള സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമ്മ എനിക്ക് അത് മേടിക്കാൻ പൈസ താണെന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കാറില്ല. അപ്പം ഇനി ഒരിക്കലും നമുക്ക് അതും ഒന്ന് ഉപയോഗിച്ചേക്കാം. പപ്പായം മന്തി വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ കഴിച്ചു വളർന്നാൽ മതി. ബുദ്ധിവികാസത്തിന് പഠനത്തിനും ഒക്കെ പറ്റിയ സംഗതികൾ നമ്മുടെ വീട്ടിൽ കൊടുക്കില്ലേ നമ്മൾ? അത് മതി. ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കുകയും വേണ്ട.